അണ്ടല്ലൂർ ക്ഷേത്ര മഹോത്സവത്തിന്റെ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലാത്ത, നിങ്ങൾക്ക് അറിയാത്ത മറ്റൊരു ആചാരം കൂടി ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. വീഡിയോയിലേക്ക് പോവാം. ചടങ്ങുകൾക്കിടയിൽ മത്സ്യോ ഇതെന്താണപ്പോ ഇത് എന്നായിരിക്കും എല്ലാവരും ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവുക. എന്നാ അതിനുള്ള ഉത്തരം ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. അതിനു മുൻപ് ദൈവത്താറീശ്വരന്റെയും അങ്കക്കാരന്റെയും ഭപ്പൂരന്റെയും ഒക്കെ ആ തിരുമുടിയും ആയുധങ്ങളും ആലവട്ടവും വെഞ്ചാമരവും ഒക്കെ അറയിലേക്ക് തിരികെ കൊണ്ടുപോയി വെക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ദൈവത്താറീശ്വരന്റെ ആ പവിത്രമായ പൊന്നിൻ തിരുമുടി ഒരു നാടിന്റെ തന്നെ ഐശ്വര്യവും പ്രതീക്ഷയും അഭിമാനവുമാണ്. ഉത്സവ ചടങ്ങുകൾക്ക് ശേഷം ഈ പൊന്നിൻ തിരുമുടി അണ്ടല്ലൂർ കാവുമായി ബന്ധപ്പെട്ട 6 പ്രധാന തറവാടുകളിൽ സുപ്രധാനമായ 2 തറവാട്ടുകളിലാണ് സൂക്ഷിക്കാൻ അധികാരമുള്ളത്. അത് തട്ടാലിയത്ത്, ചന്ദ്രമ്പത്ത് എന്നീ തറവാടുകൾക്കാണ്. നിലവിൽ അച്ഛൻ സ്ഥാനം കൈയാളിക്കൊണ്ടിരിക്കുന്ന തട്ടാലിയത്ത് തറവാട്ടിലാണ് ഇത്തവണയും തിരുമുടി സൂക്ഷിച്ചിട്ടുള്ളത്. ഇനി മത്സ്യത്തിന്റെ കാര്യത്തിലേക്ക് പോകാം. കുംഭം 5-ാം തീയതി കൂർമ്മ ഭഗവതിയുടെ താലപ്പൊലി കുറിച്ച വിവരം അറിയിക്കാൻ വേണ്ടി ആയത്താറും പരിവാരങ്ങളെയും എത്തിക്കുന്ന, അതായത് കടവ് കടന്നെത്തിക്കുന്ന കടവനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ താലപ്പൊലിക്ക് അച്ഛന്മാരെയും കോമരത്തച്ഛനെയും കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടാക്കുകയും ചെയ്യുന്ന വലിയ ചുമതല വഹിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടുപേരും. മാത്രവുമല്ല, വ്രതനിഷ്ഠയിൽ നിന്നിരുന്ന 6 തറവാട്ട് അംഗങ്ങൾക്കും വ്രതം മുറിക്കാനുള്ള മത്സ്യവും കുംഭം 8-ാം തീയതി തിരുമുടി അറയിൽ വെച്ചതിന് ശേഷം ഇവരാണ് എത്തിക്കാറ്. ആ എത്തിക്കുന്ന ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടിരിക്കുന്നത്.